ഈ കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിക്കുന്ന പല സംഭവ വികാസങ്ങളും തന്നെയാണ്. സുരേഷ് ഗോപിയുടെ വിജയം 75,000-ഓളം ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ചത് അന്തം വിട്ട് കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സംഭവിച്ച കാര്യമെന്ന് പറയും. അതിനുശേഷം അവിടെ BJP-യിലേക്കുള്ള ഒരു ഒഴുക്കെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. കാരണം ഈ പറയുന്ന പല പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിലുണ്ടാവുന്ന വർധനവ് ദിനം പ്രതി അവിടെ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്, ഇടതുപക്ഷത്തിൽ നിന്നായാലും വലതുപക്ഷത്തിൽ നിന്നായാലും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ചേലക്കര നിയോജക മണ്ഡലത്തിലെ എളനാട് നിന്നും നിരവധി പാർട്ടി പ്രവർത്തകർ, അതായത് വിവിധ പാർട്ടികളിൽ നിന്നും LDF-ൽ നിന്നും UDF-ൽ നിന്നും ഒക്കെ തന്നെയായിട്ട് നിരവധി പേരാണ് ഇപ്പോൾ കൂട്ടമായി BJP-യിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ. ഇവരെയെല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുന്നത്, അംഗത്വം നൽകിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ഇവരെയെല്ലാം ഷോൾ അണിയിച്ച് സ്വീകരിച്ച് BJP-യിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ തന്നെയും, അതായത് ഇപ്പോൾ പാർട്ടിയിൽ ഉൾപ്പെട്ടവരും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഉൾപ്പെടാത്തവർ പോലും BJP-യിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ തൃശ്ശൂരിൽ മാറുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ BJP-ക്ക് എത്രത്തോളം ഗുണകരമായി മാറുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ തന്നെ നിരവധി പേരാണ് പാർട്ടിയിൽ നിന്നും അല്ലാതെ ഒക്കെ തന്നെയും മറ്റു പല പാർട്ടികളിൽ നിന്നുമൊക്കെ തന്നെയും BJP-യിലേക്ക് എത്തിയത്. ആ ഒരു വർധനവ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് തൃശ്ശൂർ തന്നെയായിരുന്നു. അതിൻ്റെ റിസൾട്ട് BJP-ക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലൊരു മാറ്റം സംഭവിക്കുന്നില്ല. ഇപ്പോഴും BJP-യിലേക്കുള്ള ഒഴുക്ക് തൃശ്ശൂരിൽ തുടർന്നുകൊണ്ടേയിരിക്കുക തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു നേർക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇപ്പോഴും നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി ചായ്വുള്ളവർ, നിരവധി കുടുംബങ്ങളൊക്കെ തന്നെയാണ് തൃശ്ശൂരിൽ BJP പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള വരുന്ന തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ BJP ലക്ഷ്യം വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത് സീറ്റുകൾ വർദ്ധിപ്പിക്കുക, കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമാണ് BJP-ക്ക് തൃശ്ശൂരിലുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ അവിടെ ഇതിനോടകം തന്നെ പലതരത്തിലുമുള്ള താഴെത്തട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ BJP ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതൊക്കെ തന്നെ, അതോടൊപ്പം തന്നെ ഈ പാർട്ടിയിലേക്കുള്ള ഈ ഒരു ഒഴുക്കും ഇതൊക്കെ തന്നെ എത്രത്തോളം LDF-നും UDF-നും തടയിടാനാകുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു വളർച്ചയാണ് BJP-ക്ക് തൃശ്ശൂരിൽ ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂരിൽ BJP-ക്ക് വളരെ അനായാസമായി സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ കോട്ട അതോടൊപ്പം തന്നെ വലതുപക്ഷ കോട്ടകളൊക്കെ തന്നെ തകർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് BJP അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതൊക്കെ തന്നെ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.